വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd ലെസൺ നത്തിങ് ട്വൈസ് ഈ ലെസണുമായി ബന്ധപ്പെട്ട ഗ്രാമർ, ലാംഗ്വേജ് എലിമെൻറ്റ്സ് ആൻഡ് ഡിസ്കോഴ്സസ് ഇവയെല്ലാം ഉൾപ്പെടുന്ന ആക്ടിവിറ്റീസ് വീഡിയോ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ ആദ്യം ആക്ടിവിറ്റി 3 given on textbook page 29. Here is a retold version of the first part of the story Half a Day. Go through it. ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയുടെ ആദ്യ ഭാഗം സെൻറ്റൻസുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇവിടെ നൽകിയിരിക്കുന്നു. അതൊന്ന് വായിക്കുക. The boy was walking to school with his father. His mother was standing at the door watching them. They walked through a street lined with gardens. Beyond the gardens there was a vast field. The boy thought his father was punishing him by taking him to school. On the way to school, he was arguing with his father, and his father was trying to convince him that school would be good for him. When they came to the school gate, a few children were playing in the garden. ഈ സ്റ്റോറി വിദ്യാർത്ഥികൾക്കറിയാം. ഇതിൽ സെൻറ്റൻസുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വേർബുകളിൽ. സിമ്പിൾ പാസ്റ്റ് വേർബും പാസ്റ്റ് കണ്ടിന്യൂസ് വേർബുമാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. When do the actions mentioned in the narration take place? ഈ സ്റ്റോറിയിൽ പറയുന്ന ആക്ഷൻസ്, പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? The actions take place at some time in the past. ഭൂതകാലത്ത് ഏതോ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. വർത്തമാനകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ നടക്കാനിരിക്കുന്നതല്ല. എല്ലാം കഴിഞ്ഞ കാലത്ത് പാസ്റ്റ് ടൈമിൽ നടന്നതാണ്. Which of these actions were already complete when they were narrated? ഇതിലെ ആക്ഷൻസ്, പ്രവർത്തനങ്ങളൊക്കെ ചിലതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ കഥ പറയുമ്പോൾ. ചിലതെല്ലാം കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ്. All the actions indicated by the simple past tense verbs walked, thought, came were already complete. ഈ സ്റ്റോറിയിൽ പറയുന്ന സിമ്പിൾ പാസ്റ്റ് വേർബ് ഉപയോഗിച്ച് കൊണ്ട് പറഞ്ഞിരിക്കുന്ന, ഉദാഹരണത്തിന് walked, thought, came തുടങ്ങിയ സിമ്പിൾ പാസ്റ്റ് വേർബ്സ് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകളെല്ലാം തന്നെ പൂർത്തീകരിച്ച ആക്ഷൻസ് ആണ്. വിച്ച് ഓഫ് ദീസ് ആക്ഷൻസ് were in progress at the time of narration? ഈ കഥ പറയുമ്പോൾ ചിലതെല്ലാം തന്നെ ഇൻ പ്രോഗ്രസ്, തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റ് ടൈമിൽ പൂർത്തീകരിച്ചിട്ടില്ല, ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ് ആ ആക്ഷൻസ്? All the actions denoted by the past continuous tense verbs. Past continuous tense verb ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ഉദാഹരണത്തിന് was walking, was standing, was punishing, was arguing, was trying, were playing, ഇതെല്ലാം തന്നെ were in progress at the time of narration. കഥ പറയുന്ന സമയത്ത് പൂർത്തീകരിച്ചിട്ടില്ല, മറിച്ച് were in progress, അത് തുടർന്നിരിക്കുകയാണ്. വാസ് ഇൻ പ്രോഗ്രസ്, പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ല, അത് തുടരുകയായിരുന്നു എന്ന് കാണിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേർബും ഉപയോഗിക്കും. സിമ്പിൾ പാസ്റ്റ് വേർബുകൾ, റെഗുലർ വേർബുകൾ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേർബുകൾ ഉണ്ടാക്കുന്നത് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം എന്നിങ്ങനെയാണ്. നൗ pick out the sentences from the passage and complete the table. What has been done for you? ഇതേ സ്റ്റോറിയിൽ നിന്നും രണ്ട് തരത്തിലുള്ള സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉള്ളതും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളും ഉള്ളതുമായ സെൻറ്റൻസുകളെ പിക്ക് ചെയ്ത് ഇവിടെ ടേബിളിൽ പൂർത്തീകരിച്ചെഴുതുക. ആദ്യം സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേർബുകൾ എഴുതാം നമുക്ക്. സെൻറ്റൻസ് they walked through a street lined with gardens. ഇവിടെ വേർബ് ഓർ വേർബ് ഫ്രേസ്, ഈ സെൻറ്റൻസിലെ വേർബ് എന്നുള്ളത് വാക്ഡ് എന്നതാണ്. വാക്ഡ് എന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വാക്ക് എന്ന ബേസ് വേർബിനോടൊപ്പം ED ചേർത്ത് വാക്ഡ് എന്ന സിമ്പിൾ പാസ്റ്റ് രൂപം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. ഇതിൻ്റെ മീനിങ് കംപ്ലീറ്റഡ് ആക്ഷൻ, ഒരു പൂർത്തീകരിച്ച പ്രവൃത്തിയെ കാണിക്കും പാസ്റ്റ് ടൈമിൽ. ദെൻ രണ്ടാമത്തെ സെൻറ്റൻസ് The boy thought that his father was punishing him. ഈ ഭാഗത്ത് thought എന്നുള്ളതാണ് വേർബ്. അത് think എന്ന ബേസ് ഫോമിൻ്റെ അഥവാ പ്രസൻറ്റ് ടെൻസിൻ്റെ പാസ്റ്റ് ഫോമാണ് thought.
ഇതും സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേർബാണ്. കംപ്ലീറ്റഡ് ആക്ഷൻ സൂചിപ്പിക്കും. മൂന്നാമത്തെ സെൻറ്റൻസ് വെൻ ദേ കെയിം ടു ദ സ്കൂൾ ഗേറ്റ് എന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് കെയിം എന്നുള്ളതാണ് വേർബ്. കം എന്ന പ്രസൻറ്റ് ഫോമിൻ്റെ പാസ്റ്റ് ഫോമാണ് കെയിം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കംപ്ലീറ്റഡ്. ഇതേ സ്റ്റോറിയിൽ നിന്നെടുത്ത മറ്റ് സെൻറ്റൻസുകൾ. എല്ലാ സെൻറ്റൻസിലും വാസ് ഓർ വെയർ പ്ലസ് ING എന്ന രൂപത്തിലുള്ള പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേർബ്സ് ആണ്. പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ല. എല്ലാ ആക്ഷനും വാസ് ഇൻ പ്രോഗ്രസ്, അത് തുടരുകയായിരുന്നു എന്ന് കാണിക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേർബ്സ്. ആദ്യ സെൻറ്റൻസ് ദ ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ. വേർബ് ഫ്രേസ് വാസ് വാക്കിംഗ്, ആക്ഷൻ വാസ് ഇൻ പ്രോഗ്രസ്, പ്രവർത്തനം പൂർത്തീകരിച്ചില്ല, അത് തുടരുകയായിരുന്നു. ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. വാസ് സ്റ്റാൻഡിങ് എന്നുള്ളതാണ് വേർബ്, ആക്ഷൻ വാസ് ഇൻ പ്രോഗ്രസ്. ഹിസ് ഫാദർ വാസ് പണിഷിംഗ് ഹിം. വാസ് പണിഷിംഗ് എന്നുള്ള പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേർബ്. ദെൻ ഹി വാസ് ആർഗ്യൂയിങ് വിത്ത് ഹിസ് ഫാദർ. വാസ് ആർഗ്യൂയിങ് എന്നുള്ളതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേർബ്. ഹിസ് ഫാദർ വാസ് ട്രൈയിങ് ടു കൺവിൻസ് ഹിം. വാസ് ട്രൈയിങ് എന്നുള്ള പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേർബ്. ലാസ്റ്റ് സെൻറ്റൻസ് എ ഫ്യൂ ചിൽഡ്രൻ വേർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ഇവിടെ വേർ പ്ലേയിങ് എന്നുള്ളത് കാണാം, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ. വാസ് ഓർ വെയർ, വാസ് ആൻഡ് വെയർ തമ്മിലുള്ള വ്യത്യാസം വിദ്യാർത്ഥികൾക്കറിയാം. വാസ് എന്നുള്ളത് സിംഗുലർ ആണ്, ഏകവചന സബ്ജക്റ്റുകളോടൊപ്പം. ഇവിടെ നൽകിയിരിക്കുന്ന എല്ലാ സെൻറ്റൻസുകളും ഏകവചനത്തിലാണ് എക്സെപ്റ്റ് ദ ലാസ്റ്റ് വൺ. ഈ അവസാന ഒരു സെൻറ്റൻസ് ഒഴികെ. അതിൽ ചിൽഡ്രൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്, അഥവാ ചിൽഡ്രൻ കുട്ടികൾ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് വാസിന് പകരം വേർ എന്ന് ഉപയോഗിച്ചത്. വേർ പ്ലേയിങ്, പാസ്റ്റ് കണ്ടിന്യൂസ് പ്ലൂറൽ ഫോം. Now, how did you differentiate between the two types of sentences? നാം ഇവിടെ കണ്ട രണ്ട് തരം സെൻറ്റൻസുകളും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചതും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചതും തമ്മിലുള്ള സെൻറ്റൻസുകളിലെ വ്യത്യാസം, അതിലെ വേർബുകളിലെ വ്യത്യാസം എന്തൊക്കെയാണ്? വാട്ട് ഡിഫറൻസ് ഡു യു ഫൈൻഡ് ഇൻ ദ ഫോം ഓഫ് ദ വേർബ്സ് യൂസ്ഡ് ഇൻ ദ സെൻറ്റൻസസ്? ഈ സെൻറ്റൻസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർബുകളുടെ ഫോംസ്, അതിൻ്റെ രൂപത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്? ബോത്ത് സെൻറ്റൻസസ് ആർ ഇൻ ദ പാസ്റ്റ് ടെൻസ്. രണ്ട് സെൻറ്റൻസുകളും സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് ടൈമിൽ സംഭവിക്കുന്ന പാസ്റ്റ് ടെൻസ് വേർബുകളാണ് അവ. അവയുടെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്, രൂപത്തിലും വ്യത്യാസമുണ്ട് എന്ന് മാത്രം. വി യൂസ് ദ പാസ്റ്റ് ഫോം ഓഫ് ദി വേർബ് ടു സ്റ്റേറ്റ് ആക്ഷൻസ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ പൂർത്തീകരിച്ച പ്രവർത്തനത്തെ സൂചിപ്പിക്കാനാണ് നാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേർബുകൾ ഉപയോഗിക്കുന്നത്. സച്ച് സെൻറ്റൻസസ് ആർ സെഡ് ടു ബി ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അത്തരം സെൻറ്റൻസുകൾ അഥവാ സിമ്പിൾ പാസ്റ്റ് വേർബുകളുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചു എന്നർത്ഥം തരുന്ന സെൻറ്റൻസുകൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസുകൾ, അതിലെ വേർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേർബ് എന്നിങ്ങനെ അറിയപ്പെടും. വി യൂസ് വാസ് ഓർ വെയർ പ്ലസ് ING. ഏതെങ്കിലും ഒരു വേർബിൻ്റെ ING രൂപത്തിന് മുമ്പിലായി വാസോ വേറോ ചേർത്തുകൊണ്ട് നാം ചിലപ്പോൾ വേർബുകൾ ഉണ്ടാക്കും. വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡിനോട്ട് ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് ടൈമിൽ ഒരു പ്രവൃത്തി പ്രോഗ്രസ്സിലാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കാനാണ് വാസ് പ്ലസ് ING അല്ലെങ്കിൽ വെയർ പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നത്. നേരത്തെ മനസ്സിലാക്കിയതാണ് വാസും വെയറും തമ്മിലുള്ള വ്യത്യാസം. വാസ് സിംഗുലറാണ്, വെയർ പ്ലൂരലാണ്. സച്ച് സെൻറ്റൻസസ് ആർ സെഡ് ടു ബി ഇൻ ദി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വാസ് ഓർ വെയർ പ്ലസ് ING ഈ ഫോമിലുള്ള വേർബുകൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേർബുകൾ എന്ന് അറിയപ്പെടും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ദ സിമ്പിൾ പാസ്റ്റ് ഫോം ഓഫ് സം വേർബ്സ് ആർ ക്രിയേറ്റഡ് ബൈ ആഡിങ് D or ED ടു ദെയർ ബേസ് ഫോം. ചില വേർബുകളുടെ റൂട്ട് ഫോം ബേസ് ഫോമിനോടൊപ്പം നമുക്ക് D എന്നോ ED എന്നോ ചേർത്തുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ സാധിക്കും. സച്ച് വേർബ്സ് ആർ കോൾഡ് റെഗുലർ വേർബ്സ്. ഇത്തരം വേർബുകൾ റെഗുലർ വേർബ്സ് എന്നാണ് അറിയപ്പെടുക. ഫോർ എക്സാമ്പിൾ ഹോപ്പ്, ഹോപ്ഡ്. ഹോപ്പ് എന്നുള്ള ബേസ് ഫോമിനോടൊപ്പം നാം D മാത്രം ചേർത്തുകൊണ്ടാണ് ഹോപ്ഡ് എന്ന സിമ്പിൾ പാസ്റ്റ് ഉണ്ടാക്കിയത്. വാക്ക്, വാക്ഡ്. വാക്ക് എന്നുള്ള ബേസ് രൂപത്തോടൊപ്പം ED ചേർത്തുകൊണ്ടാണ് നാം വാക്ഡ് എന്ന സിമ്പിൾ പാസ്റ്റ് ഫോം ഉണ്ടാക്കിയത്. ഇത്തരം വേർബ്സ് ആണ് റെഗുലർ വേർബ്സ്. എന്നാൽ സം വേർബ്സ് ദാറ്റ് ഡു നോട്ട് മേക്ക് ദർ സിമ്പിൾ പാസ്റ്റ് ബൈ ആഡിങ് D or ED ടു ദെയർ ബേസ് ഫോം. ചില വേർബുകൾ D എന്നോ ED എന്നോ ചേർത്തുകൊണ്ട്
സിമ്പിൾ പാസ്റ്റ് രൂപം ഉണ്ടാക്കാൻ സാധ്യമാകാത്തവയാണ്. സച്ച് വേർബ്സ് ആർ നോൺ ആസ് ഇറഗുലർ വേർബ്സ്. അങ്ങനെയുള്ള വേർബുകൾ ഇറഗുലർ വേർബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, റൈറ്റ്, റോട്ട്. റൈറ്റ് എന്ന റൂട്ട് ഫോമിനോടൊപ്പം ചേർത്തുകൊണ്ടല്ല റോട്ട് എന്ന അതിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഉണ്ടാക്കിയത്. വ്യത്യസ്തമായ മറ്റൊരു വേർഡാണത്. മറ്റൊരു എക്സാമ്പിൾ, ഈറ്റ്, എയ്റ്റ്. ഈറ്റ് എന്ന ബേസ് ഫോമിനോടൊപ്പം ഡിയോ ചേർത്തുകൊണ്ടല്ല എയ്റ്റ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് ഉണ്ടാക്കിയത്. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വേർഡാണത്. ഇങ്ങനെ ഡിയും ചേർത്ത് പാസ്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്ത വെർബ് ഇറഗുലർ വെർബ് എന്നാണ് അറിയപ്പെടുക. Now, retell the story half a day in your words. You may use simple past tense or past continuous tense or combinations of these in your narrative. ഇനി ഈ സ്റ്റോറി ഒന്ന് മാറ്റി പറഞ്ഞ് നിങ്ങളുടെ വാചകങ്ങളിൽ പറയാൻ ശ്രമിക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി എന്താണ് സിമ്പിൾ പാസ്റ്റ്, അതിൻ്റെ ഫോം എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരിക. പാസ്റ്റ് കണ്ടിന്യൂസ് എന്താണെന്നും എങ്ങനെയാണ് അതിൻ്റെ ഫോം എന്നും എന്താണ് അതിൻ്റെ മീനിങ് എന്നും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. Now, next activity 4 given on textbook page 30. Look at the following sentences and underline the noun phrase in the subject position. One has been done for you. ഇവിടെ ചില സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസുകൾ പരിശോധിക്കുക. ഏതൊരു സെൻറ്റൻസിലും പ്രധാനമായും 2 ഭാഗങ്ങളുണ്ടായിരിക്കും. ആ സെൻറ്റൻസിലെ പ്രവൃത്തി എന്താണെന്നും ആ പ്രവൃത്തി ചെയ്തത് ആരാണെന്നും പറയുന്ന ഭാഗങ്ങൾ. പ്രവൃത്തി ചെയ്യുന്ന ഡൂവർ, ആ പ്രവർത്തിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വസ്തുവോ ജീവിയോ എന്തുമാകട്ടെ, ആ പ്രവർത്തനം നടത്തുന്നത് ആരാണ്, അതാണ് സബ്ജക്റ്റ് അഥവാ സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. എന്താണ് ആ പ്രവൃത്തി എന്നുള്ളതാണ് വേർബ് ഫ്രേസ്. ഇങ്ങനെ 2 ഭാഗങ്ങളുണ്ടായിരിക്കും. ഈ സെൻറ്റൻസുകൾ പരിശോധിക്കുക. ഓൾ റസിൽ ആൻഡ് ബസിൽ സീസ്ഡ്. എല്ലാ തിക്കും തിരക്കും ബഹളങ്ങളും അവസാനിച്ചു. അവസാനിച്ചു എന്നുള്ളതാണ് വേർബ് അഥവാ വേർബ് ഫ്രേസ്. ആ വേർബ് ഫ്രേസുമായി ആരാണ് ബന്ധപ്പെട്ടത്, അത് അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ അവസാനിച്ചത് എന്താണ്, ആരാണ്? ഓൾ റസിൽ ആൻഡ് ബസിൽ, എല്ലാ ബഹളങ്ങളും എന്നർത്ഥം വരുന്ന ഭാഗമാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. സീസ്ഡ് എന്നുള്ളത് വേർബ് ഫ്രേസ്. രണ്ടാമത്തെ സെൻറ്റൻസ് പരിശോധിക്കുക. ദ കോച്ചസ് ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. സ്പേസിലേക്ക് തീവണ്ടി ഗ്ലൈഡ് തെന്നി നീങ്ങുന്നു എന്ന് അർത്ഥം വരുന്ന ഈ സെൻറ്റൻസിൽ തെന്നി നീങ്ങുന്നത് ആരാണ്? ദ കോച്ചസ്, ആ തീവണ്ടി കോച്ച്. അതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. ഗ്ലൈഡ് ഇൻ ടു സ്പേസ് എന്നുള്ളത് വേർബ് ഫ്രേസ്. ദെൻ തേർഡ് സെൻറ്റൻസ്, മൈ ഫാദർ ഫെൽറ്റ് എ ഡീപ് സോറോ. എൻ്റെ അച്ഛന് അഗാധമായ ദുഃഖം തോന്നി. ആർക്കാണത് തോന്നുന്നത്? ആ ദുഃഖം തോന്നുക എന്നുള്ള പ്രവൃത്തി, അതുമായി ബന്ധപ്പെട്ട വ്യക്തി മൈ ഫാദർ, അതാണ് സബ്ജക്റ്റ്. ഫെൽറ്റ് എ ഡീപ് സോറോ എന്നുള്ളതാണ് വേർബ് ഫ്രേസ്. അതിലാണ് വേർബ് അടങ്ങുന്നത്. അപ്പോൾ ഓൾ റസിൽ ആൻഡ് ബസിൽ ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് നോൺ ഫ്രേസ്. സീസ്ഡ് വേർബ് ഫ്രേസ്. ദ കോച്ചസ് ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. ദ കോച്ചസ് എന്നുള്ളത് സബ്ജക്റ്റ് നോൺ ഫ്രേസ്. ഗ്ലൈഡ് ഇൻ ടു സ്പേസ് എന്നുള്ളത് വേർബ് ഫ്രേസ്. മൈ ഫാദർ ഫെൽറ്റ് എ ഡീപ് സോറോ എന്നുള്ള സെൻറ്റൻസിൽ മൈ ഫാദർ എന്നുള്ളത് സബ്ജക്റ്റ് നോൺ ഫ്രേസ്. ഫെൽറ്റ് എ ഡീപ് സോറോ എന്നുള്ളത് വേർബ് ഫ്രേസ്. All sentences consist of a noun phrase അഥവാ NP and a verb phrase or VP. എല്ലാ സെൻറ്റൻസുകളിലും നമുക്ക് സബ്ജക്റ്റ് നോൺ ഫ്രേസ് ഉണ്ടാകും, വേർബ് ഫ്രേസും ഉണ്ടാകും. Now, mark the noun phrase and the verb phrase in each of the following sentences. ഇവിടെ തന്നിരിക്കുന്ന ഓരോ സെൻറ്റൻസിലെയും സബ്ജക്റ്റ് നോൺ ഫ്രേസ് ഏതാണെന്നും വേർബ് ഫ്രേസ് ഏതാണെന്നും മാർക്ക് ചെയ്യുക, വ്യത്യസ്തപ്പെടുത്തി എഴുതുക. ഓരോ സെൻറ്റൻസ് പരിശോധിക്കുക. The sound of the wheels becomes a soothing, peaceful melody എന്ന സെൻറ്റൻസിൽ the sound of the wheels എന്നുള്ളതാണ് സബ്ജക്റ്റ് ഭാഗത്ത് വരുന്ന noun phrase. becomes a soothing, peaceful melody എന്നുള്ളത് verb phrase-ഉം. Next sentence, father will straighten up in his rocking chair. ഈ സെൻറ്റൻസിൽ father എന്നുള്ളതാണ് സബ്ജക്റ്റ്. will straighten up in his rocking chair എന്നുള്ളത് verb phrase. Then മൂന്നാം സെൻറ്റൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. I was coming to receive the Nobel Prize in Literature എന്നുള്ള ഈ സെൻറ്റൻസിൽ ഐ എന്നുള്ള ഒരു സബ്ജക്റ്റ് പ്രോനോൺ, അത് മാത്രമാണ് അതിലത്തെ സബ്ജക്റ്റ് നോൺ ഫ്രേസ്.
വാസ് കമ്മിങ് ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇത്രയും ഭാഗം വേർബ് ഫ്രേസാണ്. എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ് വരുന്നത് എന്നിവിടെ പറയുന്നത് ഐ എന്നുള്ളതാണ്, ഞാൻ. അതാണ് സബ്ജക്റ്റ്. ബാക്കിയെല്ലാം തന്നെ വേർബ് ഫ്രേസാണ്. ദ കോച്ചസ് നോ ലോങ്കർ റൺ ഓൺ ട്രെയിൻസ് ആൻഡ് സ്ലീപ്പേഴ്സ്. ഈ സെൻറ്റൻസിൽ ദ കോച്ചസ് എന്നുള്ളത് മാത്രമാണ് സബ്ജക്റ്റ് നോൺ ഫ്രേസ്. നോ ലോങ്കർ റൺ ഓൺ ട്രെയിൻസ് ആൻഡ് സ്ലീപ്പേഴ്സ് എന്നുള്ള ഭാഗം വേർബ് ഫ്രേസ്. Then, my fellow passengers were dozing in their respective corners. My fellow passengers എന്നുള്ളതാണ് സബ്ജക്റ്റ് noun phrase. Then last sentence, I was listening to the rattling of the train. എന്നുള്ള സെൻറ്റൻസിൽ I എന്നുള്ളതാണ് സബ്ജക്റ്റ് noun phrase, ആ ഒരു pronoun മാത്രം. Was listening to the rattling of the train എന്നുള്ളത് verb phrase. ഇങ്ങനെ എല്ലാ സെൻറ്റൻസുകൾക്കും രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ്. ഒരു വേർഡ് ഗെയിമാണ്. ആക്ടിവിറ്റി 1, സോൾവ് ദ വേർഡ് പസിൽ. ദ ക്ലൂസ് ഗിവൺ ബിലോ വിൽ ഹെൽപ്പ് യു. ഇവിടെ തന്നിരിക്കുന്ന ക്ലൂസ് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺ അക്രോസ് ഇങ്ങനെയുള്ള ഈ വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യുക. ഒന്നാമത്തത് ഡൗൺസ് ഓർ അപ്രിഹെൻഷൻ എന്നർത്ഥം വരുന്ന ഒരു 10 ലെറ്റർ വേർഡാണ്. നമ്പർ 1, മിസ് ഗിവിങ്സ്. ഇതാണ് ഡൗട്ട്, സംശയം, സന്ദേഹം എന്നർത്ഥം വരുന്ന ആ പദം. നമ്പർ 2, the quality of continuing with determination. നല്ല ഉറപ്പോടെ, മനസ്സുറപ്പോടെ, മനക്കരുത്തോടെ എന്നർത്ഥം വരുന്ന ഒരു 12 ലെറ്റർ വേർഡ്. നമ്പർ 2, പെർസീവിയറൻസ്. സ്ഥിരോത്സാഹം, ഉറച്ച തീരുമാനം എന്നൊക്കെ അർത്ഥം. നമ്പർ 3, വെരി കോംപ്ലെക്സ്. സങ്കീർണമായ എന്നർത്ഥം വരുന്ന ഒരു 9 ലെറ്റർ വേർഡ്. ഇൻട്രിക്കേറ്റ്. നമ്പർ 4, ലീപ്പിംഗ് ഓർ ജമ്പിങ്. 8 ലെറ്റർ വേർഡ്. ചാടുക, ചലിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന വോൾട്ടിങ്. നമ്പർ 5, സീരിയസ്, സിവിയർ ഓർ ഹാർഷ് ഇൻ അപ്പിയറൻസ്. കണ്ടാൽ ഗൗരവതരത്തിലുള്ള, ഭയപ്പെടുത്തുന്ന എന്നർത്ഥം വരുന്ന ഒരു 4 ലെറ്റർ വേർഡാണത്, ഗ്രിം. ദെൻ നമ്പർ 8, എ ഹൈ പിച്ച്ഡ് ഷ്രിൽ ആൻഡ് ലൗഡ് സൗണ്ട് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് ടയേഴ്സ് ഓർ ബ്രേക്സ്. വാഹനത്തിൻ്റെ ബ്രേക്ക്, ടയർ ഇതൊക്കെ ഉരയുമ്പോൾ, റോഡിൽ ഉരയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷാർപ്പ് സൗണ്ട്, ഇരുമ്പ് വാതിലുകളൊക്കെ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഉരയുന്ന ശബ്ദം. നമ്പർ 8 ആണത്. അതിൽ 7 ലെറ്റേഴ്സാണ് വേണ്ടത്, സ്ക്രീച്ച്. ദെൻ അക്രോസ്, എ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പീസ്. സന്തോഷം, സംതൃപ്തി എന്നർത്ഥം വരുന്ന ഒരു പദം. 11 ലെറ്റേഴ്സാണത് വേണ്ടത്. നമുക്കറിയാം നമ്പർ 6, കണ്ടൻറ്റ്മെൻറ്റ്, നാം പഠിച്ചതാണ്, സന്തോഷവും സംതൃപ്തിയും. നമ്പർ 7, ഫിൽഡ് ഓർ ക്രൗഡ്. നിറഞ്ഞ, ക്രൗഡഡ്, തിരക്കുള്ള, നിറഞ്ഞിരിക്കുന്ന, തിങ്ങി നിറഞ്ഞിരിക്കുന്ന എന്നർത്ഥം വരുന്ന ഒരു 7 ലെറ്റർ വേർഡാണ് 7th വേർഡ്, ക്രാംഡ്. ദെൻ നമ്പർ 9, നോട്ട് സ്പോയിൽഡ് ഓർ ഡാമേജ്ഡ്. നാശമാകാത്ത എന്നർത്ഥം വരുന്ന അൺമാർഡ്. നമ്പർ 9. Then 10, last one, an angry or bad-tempered look. ദേഷ്യത്തോടെയുള്ള ഒരു ഭാവം. നമ്പർ 10, scowl. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, read the following sentences. ഇവിടെ നൽകിയിരിക്കുന്ന സെൻറ്റൻസുകൾ വായിക്കുക. ഓരോ സെൻറ്റൻസിലും ചില ഹൈലൈറ്റഡ് വേർഡ്സ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. Deep within me there was a wondrous joy at receiving the Nobel Prize. ഈ സെൻറ്റൻസിൽ വണ്ടർസ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്. അത്ഭുതകരമായ, ജോയ്, സന്തോഷം. ജോയ് എന്നുള്ള ആ സന്തോഷം എന്നുള്ള ആ പദത്തെ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് വണ്ടർസ്, അത്ഭുതകരമായ ഒരു സന്തോഷം. ഇങ്ങനെ ഒരു നൗണിനെ, ജോയ് എന്നുള്ളത് ഒരു നൗണാണ്, ഒരു പേരാണ്, ഒരു അവസ്ഥയുടെ. അത്തരം ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് വണ്ടർസ് എന്നുള്ളത്, അഥവാ ഒരു വിശേഷണ പദവും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ആഡ്ജക്റ്റീവ്. നാം ആഡ്ജക്റ്റീവുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, നാമവിശേഷണങ്ങളെ. സോ ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് വാസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ. ട്രെയിനിൻ്റെ ആ ചലനത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ വാസ് ലൈറ്റ്, വളരെ ലളിതമായിരുന്നു. ആൻഡ് സൗണ്ട്ലെസ്, തീരെ ശബ്ദമില്ലാത്ത തരത്തിലായിരുന്നു. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഏത് തരത്തിലുള്ളതായിരുന്നു എന്നുള്ളത്, മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചലനം, ആ നൗണിനെയാണ് ലൈറ്റ്, സൗണ്ട്ലെസ് എന്നീ ആഡ്ജക്റ്റീവുകൾ വിശേഷിപ്പിക്കുന്നത്. ദെൻ എ വണ്ടർഫുൾ ലുക്ക് വിൽ കമ്മിങ് ടു ഹിസ് ഐസ്. അച്ഛൻ്റെ കണ്ണുകളിൽ അത്ഭുതത്തിൻ്റെ ഒരു നോട്ടം വരും എന്ന് നാം കഥയിൽ വായിച്ചതാണ്.
ലുക്ക്, ആ നോട്ടം, അത് വണ്ടർഫുൾ, അത്ഭുതകരമായ, അത്ഭുതപ്പെടുത്തുന്ന. അപ്പോൾ ലുക്ക് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് വണ്ടർഫുൾ. അതുകൊണ്ട് വണ്ടർഫുൾ ഒരു ആഡ്ജക്റ്റീവാണ്. ദെൻ ഹൗ ഡു ദ ഹൈലൈറ്റഡ് വേർഡ്സ് ആഡ് മീനിങ് ടു ദ സെൻറ്റൻസസ്? ഈ സെൻറ്റൻസുകളിൽ തന്നിരിക്കുന്ന പ്രധാന നൗണുകളിലേക്ക് എങ്ങനെയാണ് ഈ ഹൈലൈറ്റഡ് വേർഡ്സ് അതിൻ്റെ കൂടുതൽ വിശേഷണങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ, അർത്ഥങ്ങൾ നൽകുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. They provide more information about the nouns that follow them. ഓരോ ഹൈലൈറ്റഡ് വേർഡും അത് കഴിഞ്ഞു വരുന്ന നൗണിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നു. ഏത് തരത്തിലുള്ള നൗണുകളാണെന്നാണ് നമ്മോട് പറയുന്നത്. സച്ച് വേർഡ്സ് ആർ കോൾഡ് ആഡ്ജക്റ്റീവ്സ്. ഇങ്ങനെയുള്ള വാക്കുകൾക്കാണ് ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നാമവിശേഷണം എന്ന് മലയാളത്തിൽ പറയുന്ന നൗണുകളെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന പദങ്ങൾ. ആഡ്ജക്റ്റീവ്സ് മേക്ക് ഡിസ്ക്രിപ്ഷൻസ് റിച്ച് ആൻഡ് മോർ എഫക്റ്റീവ്. ഇങ്ങനെയുള്ള ആഡ്ജക്റ്റീവുകൾ ഉപയോഗിക്കുമ്പോൾ നാം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിന് കൂടുതൽ വ്യക്തതയും കൂടുതൽ ആകർഷണീയതയും കൈവരും. Now, go through the following passage, identify adjectives and note them down. ഇവിടെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട്, അത് വായിച്ച് അതിലെ വിശേഷണ പദങ്ങൾ ആഡ്ജക്റ്റീവ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. പാസേജ് ഇതാണ്: Imagine those pitiful penniless wanderers who once roamed the expanse of Värmland in your youthful days, embracing their carefree, playful pranks and melodious tunes. How much I owe to them! All the laughter, the playfulness, the craziness, they painted my youth with vivid hues. ഈ പാസേജിൽ അടങ്ങിയിരിക്കുന്ന ആഡ്ജക്റ്റീവ്സ് ആണ് പെയിൻഫുൾ, പെന്നിലെസ്. ഈ ആഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കുന്ന നൗണാണ് വാണ്ടറേഴ്സ്, നാടോടികൾ. അവർ പെയിൻഫുൾ, പ്രയാസപ്പെടുന്നവരും, പെന്നിലെസ്, പാവങ്ങൾ, സാമ്പത്തികമായി ഒന്നുമില്ലാത്തവരുമായിരുന്ന എന്നർത്ഥം വരുന്ന വാണ്ടറേഴ്സ്. വാണ്ടറേഴ്സ് എന്നുള്ള നൗണിനെയാണ് ഈ രണ്ട് പദങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ദെൻ യൂത്ത്ഫുൾ എന്നുള്ള പദം, യുവത്വം നിറഞ്ഞ. ഡേയ്സ്, കാലം, ചെറുപ്പകാലം. ഡേയ്സ് എന്നുള്ള നൗണിനെയാണ് യൂത്ത്ഫുൾ വിശേഷിപ്പിക്കുന്നത് ചെറുപ്പകാലം എന്നർത്ഥത്തിലേക്ക്, യുവത്വം നിറഞ്ഞ ആ കാലം. ദെൻ കെയർ ഫ്രീ, പ്ലേഫുൾ എന്നീ രണ്ട് ആഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കുന്നത് പ്രാങ്ക്സ്, തമാശകൾ എന്നർത്ഥം വരുന്ന പ്രാങ്ക്സ്, ചില കളികൾ. ഇവയെ വിശേഷിപ്പിക്കുന്നു. ആ പ്രാങ്ക്സ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്നു പ്ലേഫുൾ ആയിട്ടുള്ള പ്രാങ്ക്, കെയർ ഫ്രീ ആയിട്ടുള്ള പ്രാങ്ക്. ദെൻ ട്യൂൺസ് എന്നുള്ള നൗണിനെയാണ് മെലോഡിയസ്, സംഗീതം നിറഞ്ഞ, വളരെ ഇമ്പമാർന്ന ട്യൂൺസ്, വിശേഷണപദം മെലോഡിയസ്. ദെൻ ഹ്യൂസ്, വർണ്ണം, വിവിഡ്. വിവിഡ് എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവ്, വളരെ വ്യക്തതയുള്ള, ക്ലിയർ ആയിട്ടുള്ള. വിവിഡ് മീൻസ് ക്ലിയർ. ഹ്യൂസ്, വർണ്ണങ്ങൾ. അപ്പോൾ നൗൺ ഹ്യൂസ്, അതിനെ വിശേഷിപ്പിക്കുന്ന ആഡ്ജക്റ്റീവാണ് വിവിഡ്. ഇങ്ങനെയുള്ള നൗണുകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ആഡ്ജക്റ്റീവ്സ്. നെക്സ്റ്റ്, മോർ അബൌട്ട് ആഡ്ജക്റ്റീവ്സ്. Have you ever wondered if it might be possible for words to put on different hats in different contexts? വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത റോളുകൾ, ഫങ്ഷൻസ് ചെയ്യാൻ ഇംഗ്ലീഷിലെ വാക്കുകൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? Would it be possible for a noun or an adverb to turn into an adjective? For example, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു നൗണിന് അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് എന്ന് പറയുമ്പോൾ ക്രിയയെ വിശേഷിപ്പിക്കുന്ന ക്രിയാവിശേഷണം അഥവാ ഒരു വേർബിനെ വിശേഷിപ്പിക്കുന്ന പദം. അപ്പോൾ ഒരു നൗണിനോ അല്ലെങ്കിൽ ആഡ്വേർബിനോ ഒരു ആഡ്ജക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമോ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദ സെയിം വേർഡ്സ് ടു ഫങ്ഷൻ ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകളിൽ, സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ഫങ്ഷനുകൾ ചെയ്യുന്ന വേർഡുകളായിട്ട് ഒരേ പദത്തിന് തന്നെ മാറാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഐ ലൈക്ക് ക്രിക്കറ്റ്. ഇവിടെ ക്രിക്കറ്റ് എന്നുള്ളത് ഒരു നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് ആസ് എ നൗൺ. അതിൻ്റെ കൂടെയുള്ള സെൻറ്റൻസ്, ദ ക്രിക്കറ്റ് സ്റ്റേഡിയം ഈസ് ഫുൾ ഓഫ് വാട്ടർ. ഇവിടെ സ്റ്റേഡിയം എന്നുള്ള മറ്റൊരു നൗണിനെ വിശേഷിപ്പിക്കുന്ന പദമായിട്ടാണ് ക്രിക്കറ്റ് വന്നത്. അതൊരു ക്രിക്കറ്റ് ആസ് എൻ ആഡ്ജക്റ്റീവ്, ഒരു ആഡ്ജക്റ്റീവായിട്ടാണ് വന്നത്. ദെൻ രണ്ടാം സെൻറ്റൻസ്, പാരൻസ് ഓൾവേസ് വർക്ക് ഹാർഡ് ടു ലുക്ക് ആഫ്റ്റർ ദ ഫാമിലി. കുടുംബം പോറ്റാൻ രക്ഷിതാക്കൾ കഠിനമായി ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുക എന്നുള്ള വേർബ് വർക്ക്, അതിന് വിശേഷിപ്പിക്കുന്ന ഒരു ആഡ്വേർബാണ് രണ്ടാം സെൻറ്റൻസിൽ ഹാർഡ് എന്നുള്ള പദം. ഹാർഡ് ആസ് എൻ ആഡ്വേർബ്.
യു ഹാവ് ടു ഡു ഹാർഡ് വർക്ക് ടു സക്സീഡ്. എന്നാൽ അതിൻ്റെ കൂടെയുള്ള ഈ സെൻറ്റൻസിൽ വിജയിക്കാൻ നിങ്ങൾക്ക് കഠിനമായ അധ്വാനം ചെയ്യണം. അധ്വാനം എന്നർത്ഥം വരുന്ന വർക്ക് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു ആഡ്ജക്റ്റീവായിട്ടാണ് ഇവിടെ ഹാർഡ് വന്നത്. ഹാർഡ് ആസ് ആൻ ആഡ്ജക്റ്റീവ്. തേർഡ് സെൻറ്റൻസ്, സം പീപ്പിൾ പ്രിഫർ കോഫി ടു ടീ. ചില ആളുകൾക്ക് ചായയേക്കാൾ ഇഷ്ടം കോഫിയാണ്. ഇവിടെ കോഫി എന്നുള്ളത് ഒരു നൗണായിട്ടാണ്. ചായ, കോഫി എന്നിങ്ങനെയുള്ള നൗൺ. അതിൻ്റെ കൂടെയുള്ള സെൻറ്റൻസ്, ദർ ഈസ് എ കോഫി ഷോപ്പ് ഇൻസൈഡ് അവർ സ്കൂൾ ക്യാമ്പസ്. ഞങ്ങളുടെ സ്കൂൾ ക്യാമ്പസിനകത്ത് തന്നെ ഒരു കോഫി ഷോപ്പുണ്ട്. ഇവിടെ ഷോപ്പ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്ന എന്ത് തരത്തിലുള്ള ഷോപ്പ് എന്ന് പറഞ്ഞു തരുന്ന ഒരു വേർഡായിട്ടാണ് കോഫി വന്നത്. അതൊരു ആഡ്ജക്റ്റീവാണ്. അതുപോലെ തന്നെയാണ് ക്യാമ്പസ്. ഏത് ക്യാമ്പസ് എന്ന ക്യാമ്പസ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് സ്കൂൾ വന്നത്. കോഫി ആൻഡ് സ്കൂൾ ഇവ രണ്ടും ആഡ്ജക്റ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം സ്കൂൾ എന്നുള്ളത് ഒരു നൗണാണ് മിക്കപ്പോഴും. എന്നാൽ സ്കൂൾ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ക്യാമ്പസ് എന്നുള്ള മറ്റൊരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു നൗൺ, ആ നൗൺ ഫങ്ഷൻ ചെയ്യുന്നതാവട്ടെ ആഡ്ജക്റ്റീവായിട്ട്. അപ്പോൾ നൗൺ ആഡ്ജക്റ്റീവായിട്ട് മാറും. ഹാർഡ് പോലെയുള്ള ആഡ്വർബുകൾക്കും ആഡ്ജക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ദെൻ നമ്പർ 4, വി ഹാവ് മന്ത്ലി ടെസ്റ്റ് അറ്റ് സ്കൂൾ. ഇവിടെ മന്ത്ലി എന്നുള്ളത് ടെസ്റ്റ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു ആഡ്ജക്റ്റീവാണ്. മന്ത്ലി ടെസ്റ്റ്, മാസം തോറുമുള്ള ടെസ്റ്റുകൾ, എക്സാമുകൾ. ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പാരൻസ് മന്ത്ലി. ഇതിൻ്റെ കൂടെയുള്ള നാലാമത്തെ ഈ കൂടെയുള്ള സെൻറ്റൻസ്, ഇവിടെ ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ മാസത്തിൽ ഒരിക്കൽ സന്ദർശിക്കുന്നു എന്നുള്ളത് മന്ത്ലി ഒരു ആഡ്വേർബാണ്. ആദ്യ സെൻറ്റൻസിൽ മന്ത്ലി ആഡ്ജക്റ്റീവാണ്. അതേ മന്ത്ലി രണ്ടാം സെൻറ്റൻസിൽ വിസിറ്റ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നു മന്ത്ലി ഒരു ആഡ്വേർബായിട്ട്. Now, look at the following sentence from the story Half a Day. Desolate winds and unexpected accidents came about suddenly, so we had to be watchful and very patient. ആ സ്റ്റോറിയിൽ നിന്നൊരു സെൻറ്റൻസ് ആണിത്. ഇൻ ദിസ് സെൻറ്റൻസ് ഡസ്റ്റ് ആൻഡ് ലേഡൻ ഇങ്ങനെയുള്ള രണ്ട് പദങ്ങൾ ചേർത്തുകൊണ്ടാണ് കമ്പൈൻ ടു ക്രിയേറ്റ് എ സിംഗിൾ ഡിസ്ക്രിപ്റ്റീവ് ടേം ടു ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ നൗൺ. നൗണിനെക്കുറിച്ച്, വിൻസ് എന്നുള്ള നൗണിനെക്കുറിച്ച് വിശേഷിപ്പിക്കാനാണ് ഡസ്റ്റ് ആൻഡ് ലേഡൻ എന്നിങ്ങനെയുള്ള രണ്ട് വേർഡ്സ് ചേർത്തുകൊണ്ട്, ഹൈഫൺ വെച്ച് ചേർത്തുകൊണ്ടാണ് ഒരു ആഡ്ജക്റ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്ട് ആർ സച്ച് ഡിസ്ക്രിപ്റ്റീവ് ടേംസ് കോൾഡ്? ഇങ്ങനെയുള്ള ഒന്നിലധികം വേർഡ്സ് ചേർത്തുകൊണ്ട് ഒരു ആഡ്ജക്റ്റീവ് ഉണ്ടാക്കിയാൽ അതിനെന്താണ് വിളിക്കുക? അതിൻ്റെ പേരെന്തായിരിക്കും? ഡസ്ലൈഡൻ ഈസ് എ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ്. ഇങ്ങനെയുള്ള ആഡ്ജക്റ്റീവുകൾക്കാണ് നാം കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒന്നിലധികം വേർഡ്സ് ചേർത്തുകൊണ്ട് ഒരു ആഡ്ജക്റ്റീവ് ഉണ്ടാക്കിയതിനെ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് എന്ന് പറയാം. എ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more ഇൻഡിവിജ്വൽ വേർഡ്സ്. രണ്ടോ അതിലധികമോ ഉള്ള ഇൻഡിവിജ്വൽ, വ്യക്തമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന വേർഡ്സിനെ ചേർത്തുകൊണ്ടാണ് ഒരൊറ്റ ആഡ്ജക്റ്റീവാക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് വേർഡ് ടുഗദർ ടു ഡിസ്ക്രൈബ് എ നൗൺ. അങ്ങനെയുള്ള ആ വ്യത്യസ്ത വാക്കുകൾ ഒരുമിച്ച് ചേർന്ന് ഒറ്റ വേർഡായിക്കൊണ്ടാണ് ഒരു ആഡ്ജക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. അതാണ് കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി there are other compound adjectives in this unit. Find and note them in the space below. നമ്മുടെ ഈ യൂണിറ്റ് മൊത്തം ലെസൺസ് പരിശോധിച്ചാൽ ഒന്നിലധികം കോമ്പൗണ്ട് ആഡ്ജക്റ്റീവുകളുടെ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. കണ്ടെത്തി ഇവിടെ എഴുതുക. ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവിടെ. ഹൈ വാൾഡ് ഫോർട്രസ് എന്നുള്ള ആ പ്രയോഗത്തിൽ ഹൈ വാൾഡ് എന്നിങ്ങനെയുള്ളത് ഒരു കോമ്പൗണ്ട് ആഡ്ജക്റ്റീവാണ്. ഫോർട്രസ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്നു. എ മിഡിൽ ഏജ്ഡ് മാൻ, മാൻ എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കാനാണ് മിഡിൽ ഏജ്ഡ്, മിഡിൽ എന്നുള്ള പദം, ഏജ്ഡ് എന്നുള്ള പദം രണ്ടും കൂടെ ചേർത്ത് മിഡിൽ ഏജ്ഡ് എന്നുള്ള ഒരു കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് ഉണ്ടാക്കിയത്. ദെൻ ഫാദർ വിൽ ബി കെയർ ഫ്രീ. ഫാദർ എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കാൻ കെയർ ഫ്രീ, കെയർ ആൻഡ് ഫ്രീ എന്നീ രണ്ട് വേർഡ്സ് ചേർത്ത് കൊണ്ട് ഒരൊറ്റ വേർഡ് പോലെ കെയർ ഫ്രീ എന്നുള്ള കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് സൃഷ്ടിച്ചതും ശ്രദ്ധിക്കുക. Now, make a few compound adjectives using the words given in the boxes and complete the story. ഇവിടെ രണ്ട് ബോക്സുകളിലായിട്ട് വ്യത്യസ്തമായ വേർഡ്സ് നൽകിയിട്ടുണ്ട്. ഇവയിൽ നിന്ന് അനുയോജ്യമായത് ചേർത്തുകൊണ്ട് കോമ്പൗണ്ട് ആഡ്ജക്റ്റീവുകൾ ഉണ്ടാക്കുകയും താഴെ തന്നിരിക്കുന്ന ഈ പാസേജ്, ഈ സ്റ്റോറി പാസേജ് പൂർത്തീകരിച്ചെഴുതുകയും ചെയ്യുക. നമുക്ക് ഈ പൂർത്തീകരിച്ചെഴുതിയ പാസേജ് ഒന്ന് വായിക്കാം.
A soft-spoken girl lived in a small red brick house on a quiet tree-lined street. സോഫ്റ്റ് സ്പോക്കൺ എന്നിങ്ങനെ 2 വേർഡ്സ് ചേർത്തുകൊണ്ടാണ് സോഫ്റ്റ് സ്പോക്കൺ എന്നുള്ള ആഡ്ജക്റ്റീവ് ഉണ്ടാക്കിയത്. ഗേൾ എന്ന നൗണിനെ അത് വിശേഷിപ്പിക്കുന്നു. ദെൻ റെഡ് ബ്രിക്ടർ എന്നീ 2 വേർഡ്സ് ചേർത്തുകൊണ്ട് റെഡ് ബ്രിക്ടർ എന്നുള്ള ഒറ്റ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് ഉണ്ടാക്കി ഹൗസ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്നു. ട്രീ ലൈൻഡ് സ്ട്രീറ്റ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കാനാണ് ട്രീ ലൈൻഡ് എന്നിങ്ങനെ 2 വേർഡ്സ് ചേർത്ത് ട്രീ ലൈൻഡ് എന്നുള്ള കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് സൃഷ്ടിച്ചത്. എവരി ഡേ ഷീ വാക്ക് ടു ദ നിയർ ബൈ ഡബിൾ സ്റ്റോറീഡ് സ്കൂൾ എന്നുള്ള ആ നൗണിനെ വിശേഷിപ്പിക്കാൻ ഡബിൾ സ്റ്റോറീഡ് എന്നുള്ള കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചു. വേർ ഷീ വാസ് ടോട്ട് ബൈ എ കൈൻഡ് ഹാർട്ടഡ് ടീച്ചർ എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു ആഡ്ജക്റ്റീവാണ്, അഥവാ കൈൻഡ് ഹാർട്ടഡ് എന്നിങ്ങനെ 2 വേർഡ്സ് ചേർത്ത് കൊണ്ട് ഒരു കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് സൃഷ്ടിച്ചിരിക്കുന്നത്. Now the activity given on textbook page 33. Read the following paragraph about the story Half a Day. ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയെ സംബന്ധിച്ച മറ്റൊരു പാരഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ ചില പ്രത്യേകമായ വേർഡ്സ് ശ്രദ്ധിക്കാനാണ് ആവശ്യപ്പെടുന്നത്. Do the words unbearable, enjoyable and extremely convey the same meaning as their root form? Bear, enjoy and extreme. അതായത് അൺബെയറബിൾ എന്നുള്ള വേർഡിൽ അതിൻ്റെ റൂട്ട് ഫോം, അതിൻ്റെ ബേസ് ഫോം ബെയർ എന്നുള്ളതാണ്. അതിന് മുമ്പിൽ അൺ എന്നുള്ള ഒരു പ്രിഫിക്സ് ചേർത്തിരിക്കുന്നു. ദെൻ ബെയർ കഴിഞ്ഞ് ആബിൾ എന്നുള്ള മറ്റൊരു സഫിക്സും ചേർത്തിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ മറ്റൊരു വേർഡാണ് അൺബെയറബിൾ. ദെൻ എൻജോയ് എന്നുള്ള ഈ വേർഡിൽ എൻജോയബിൾ എന്നുള്ള മറ്റൊരു വേർഡ് ഉണ്ടാക്കാൻ വേണ്ടി എൻജോയ് എന്ന റൂട്ട് ഫോമിന് ശേഷം ആബിൾ എന്നുള്ള മറ്റ് ഒരു സഫിക്സ് ചേർത്തിരിക്കുന്നു. അതുപോലെ തന്നെ എക്സ്ട്രീംലി എന്നുള്ള ആ വേർഡിൽ LY എന്നിങ്ങനെ മറ്റൊരു സഫിക്സും എക്സ്ട്രീം എന്നുള്ള റൂട്ട് ഫോമിനോടൊപ്പം ചേർത്തിരിക്കുന്നു. ഇങ്ങനെ വാക്കുകളുടെ റൂട്ട് ഫോമിന് മുമ്പിൽ ചേർക്കുന്ന പ്രിഫിക്സ്, റൂട്ട് ഫോമിന് ശേഷം ചേർക്കുന്ന സഫിക്സ്, ഇവയാണ് മൊത്തത്തിൽ അഫിക്സേഷൻ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ അഫിക്സേഷനിലൂടെ പ്രിഫിക്സായിട്ട് മുമ്പിൽ ചേർത്തുകൊണ്ടും സഫിക്സായി വാക്കുകൾക്ക് ശേഷം ചേർത്തുകൊണ്ടും റൂട്ട് ഫോമിൽ നിന്നും വ്യത്യസ്തമായ മറ്റ് പദങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ പദങ്ങൾ രൂപീകരിക്കുന്ന രീതിയാണ് ഇംഗ്ലീഷിലുള്ളത്. ഇവിടെ എ ലെറ്റർ ഓർ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് എ വേർഡ് ടു മേക്ക് എ ന്യൂ വേർഡ് ഈസ് എ പ്രിഫിക്സ്. എന്താണ് പ്രിഫിക്സ് എന്നതിലെ ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. ഒരു വേർഡിൻ്റെ ബിഗിനിങ്ങിൽ ചേർക്കുന്ന ഒന്നോ അതിലധികമോ ലെറ്റേഴ്സാണ് പ്രിഫിക്സ് എന്നറിയപ്പെടുന്നത്. എ ലെറ്റർ or group of letters added to the end of a word to make a new word is a suffix. ഒരു വേർഡിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒന്നോ അതിലധികമോ ലെറ്റേഴ്സ് ചേർത്തുകൊണ്ട് റൂട്ട് വേർഡിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു വേർഡ് രൂപീകരിക്കും. അങ്ങനെ ചേർക്കുന്ന ആ ലെറ്റേഴ്സാണ് സഫിക്സ്. അപ്പോൾ പ്രിഫിക്സ്, സഫിക്സ് ഇത് രണ്ടും ഒരുമിച്ചറിയപ്പെടുന്നതാണ് അഫിക്സേഷൻ. Now complete the table by adding suitable affixes to the words taken from the above passage. ഈ പാസേജിൽ നിന്നെടുത്ത വാക്കുകൾക്ക് അനുയോജ്യമായ അഫിക്സുകൾ ചേർത്തുകൊണ്ട്, അഫിക്സ് എന്ന് പറയുമ്പോൾ ബിഗിനിങ്ങിൽ ചേർക്കുമ്പോൾ പ്രിഫിക്സ്, എൻഡിൽ ചേർക്കുമ്പോൾ സഫിക്സ്, അനുയോജ്യമാമിതം അഫിക്സുകൾ ചേർത്തുകൊണ്ട് പുതിയ വേർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ആദ്യ വേർഡ് ഫിയർ എന്ന വേർഡിനോടൊപ്പം സഫിക്സായ FUL ചേർത്ത് ഫിയർഫുൾ എന്ന ആഡ്ജക്റ്റീവ് ഉണ്ടാക്കാം. ഫിയർ എന്നുള്ളതൊരു നൗണാണ്. സഫിക്സ് ചേർത്തപ്പോൾ ഫിയർഫുൾ എന്ന ആഡ്ജക്റ്റീവായി മാറി. ദെൻ വാല്യൂ എന്നുള്ള റൂട്ട് ഫോമിൻ്റെ മുന്നിൽ പ്രിഫിക്സായി ഇൻ ചേർക്കാം, സഫിക്സായി ആബിൾ ചേർക്കാം. ഇൻവാല്യുബിൾ എന്ന മറ്റൊരു വേർഡ് ഉണ്ടാക്കാൻ സാധിക്കും. ദെൻ ബെയർ, അതുപോലെ തന്നെ ഈ ബെയർ എന്ന പദത്തിന് മുന്നിൽ അൺ എന്ന പ്രിഫിക്സും ആബിൾ എന്നുള്ള സഫിക്സും ചേർത്താൽ അൺബെയറബിൾ എന്ന മറ്റൊരു വേർഡ് ഉണ്ടാകും. എൻജോയബിൾ സഫിക്സ് ചേർത്തിരിക്കുന്നു.
എക്സ്ട്രീം, എക്സ്ട്രീംലി എന്നുള്ള ഒരു ആഡ്വേർബ് മറ്റൊരു വേർഡ് ഫോം ഉണ്ടായിരിക്കുന്നു. ബിലീവ് എന്നതിൻ്റെ മുമ്പിൽ അൺ എന്നുള്ള പ്രിഫിക്സും ആബിൾ എന്നുള്ള സഫിക്സും ചേർത്ത് അൺബിലീവബിൾ എന്ന മറ്റൊരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ് വെൻ അഫിക്സസ് ആർ ആഡഡ് ടു ദ വേർഡ്സ്? ഇങ്ങനെ വാക്കുകളോടൊപ്പം ഈ അഫിക്സുകൾ പ്രിഫിക്സോ സഫിക്സോ ചേർക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഇത്തരം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. വേർഡ് ക്ലാസ് ചേഞ്ചസ് ആസ് ദ നൗൺ ഫിയർ ആൻഡ് വാല്യൂ ബിക്കംസ് ആഡ്ജക്റ്റീവ്സ് ഫിയർഫുൾ ആൻഡ് ഇൻവാല്യുബിൾ. നാം ശ്രദ്ധിച്ചോ, ഫിയർ എന്നുള്ളതും വാല്യൂ എന്നുള്ളതുമായ നൗണുകൾ ഫിയർഫുൾ എന്ന ആഡ്ജക്റ്റീവും ഇൻവാല്യുബിൾ എന്നുള്ള ആഡ്ജക്റ്റീവുമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ആൻഡ് വേർബ്സ് ബെയർ, ബിയർ എന്നുള്ള വേർബ്, അതുപോലെ തന്നെ എൻജോയ് എന്നുള്ള മറ്റൊരു വേർബ്, ബിലീവ് എന്നുള്ള വേർബ്, ഇതെല്ലാം തന്നെ ബിക്കംസ് ആഡ്ജക്റ്റീവ്സ് അൺബിയറബിൾ, എൻജോയബിൾ ആൻഡ് അൺബിലീവബിൾ എന്നിങ്ങനെ ആഡ്ജക്റ്റീവുകളായിട്ട് വേർബും മാറുന്നു. ഓൾസോ ദി ആഡ്ജക്റ്റീവ് എക്സ്ട്രീം ബിക്കംസ് ആൻ ആഡ്വേർബ് എക്സ്ട്രീംലി. എക്സ്ട്രീം എന്നുള്ള ആഡ്ജക്റ്റീവ് ഫോമിനോടൊപ്പം ly എന്ന സഫിക്സ് ചേർന്നപ്പോൾ എക്സ്ട്രീംലി എന്ന ആഡ്വേർബായി മാറി. ചുരുക്കത്തിൽ വേർഡ് ക്ലാസുകൾ, നൗണുകൾ ആഡ്ജക്റ്റീവായിട്ട് മാറുന്നു, വേർബ് ആഡ്ജക്റ്റീവായിട്ട് മാറുന്നു, ആഡ്ജക്റ്റീവ് ആഡ്വേർബായിട്ട് മാറുന്നു. ഈ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദെൻ മീനിങ്സ് ഓഫ് വേർഡ്സ് ചേഞ്ച്. വാക്കുകളുടെ അർത്ഥവും മാറുന്നു. ഉദാഹരണത്തിന് വേർഡ്സ് എന്നുള്ള ഒരു വേർഡിനോടൊപ്പം ലെസ് എന്നുള്ള ഒരു സഫിക്സ് ചേർന്നാൽ വിലയുള്ള എന്നർത്ഥം വരുന്ന ആ വേർഡ് വേർത്ത്ലെസ്, വിലയില്ലാത്ത എന്ന അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഡായിട്ട് മാറിയിരിക്കുന്നു. ദെൻ ഓപ്പോസിറ്റ് ആർ ക്രിയേറ്റഡ്. തന്നിരിക്കുന്ന വാക്കുകൾക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് പ്രിഫിക്സ് ചേർത്ത് ഓപ്പോസിറ്റ് വേർഡ് ഉണ്ടാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ബിലീവബിൾ എന്നുള്ള വേർഡിനോടൊപ്പം അൺ എന്ന പ്രിഫിക്സ് ചേർന്നാൽ അൺബിലീവബിൾ എന്ന ഓപ്പോസിറ്റ് വേർഡ് ഉണ്ടാക്കാൻ സാധിക്കും. ദെൻ ടെൻസ് ഫോംസ് ഓഫ് വേർബ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ആസ് വർക്ക് പ്ലസ് ed. ചില വേർബുകളുടെ ടെൻസ് മാറാൻ നമുക്ക് സഫിക്സ് ചേർക്കാം. ഉദാഹരണത്തിന് വർക്ക് എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനോടൊപ്പം ed എന്ന സഫിക്സ് ചേർത്ത് അതിൻ്റെ വർക്ക്ഡ് എന്ന സിമ്പിൾ പാസ്റ്റ് ഫോം ഉണ്ടാക്കാൻ സാധിക്കും. ദെൻ പ്ലൂറൽസ് ഓഫ് നൗൺസ് ക്യാൻ ബി ക്രിയേറ്റഡ് ആസ് കാർ പ്ലസ് എസ്, കാർസ്. കാർ എന്നുള്ള സിംഗുലർ നൗണിനോടൊപ്പം എസ് എന്നുള്ള ലെറ്റർ അഥവാ ഒരു സഫിക്സ് ചേർന്നപ്പോൾ കാർസ് എന്നുള്ള പ്ലൂറൽ ഫോം ലഭിച്ചു. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ അഫിക്സുകളിലൂടെ പ്രിഫിക്സോ സഫിക്സോ ചേർന്ന് ഉണ്ടാക്കാൻ സാധിക്കും. Now create new words by adding the affixes in the box to the words given. ഇവിടെ ഈ ബോക്സിൽ നൽകിയിരിക്കുന്ന പദങ്ങളോടൊപ്പം അനുയോജ്യമായ അഫിക്സുകൾ പ്രിഫിക്സായിട്ടോ സഫിക്സായോ ചേർത്തുകൊണ്ട് പുതിയ വേർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. അതിവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അഗ്രി, അഗ്രിയബിൾ, ക്യുക്ക്, ക്യുക്ക്ലി, പ്ലേ, പ്ലേഫുൾ, മെർജ്, മെർജസ്, എഫോർട്ട്, എഫോർഡബിൾ, എൻജോയ്, എൻജോയബിൾ, ഫ്ലെക്സ്, ഫ്ലെക്സിബിൾ, ഹാപ്പി, ഹാപ്പിനെസ്, ബിൽസ്, ബിൽഡിംഗ് എന്നിങ്ങനെ സഫിക്സുകൾ ചേർത്തുകൊണ്ട് പുതിയ വേർഡ്സ് സൃഷ്ടിച്ചത് കാണുക. അതുപോലെ തന്നെ അഗ്രി എന്നതിനോടൊപ്പം ഡിസ് എന്നുള്ള പ്രിഫിക്സ് ചേർത്ത് ഡിസഗ്രി, സബ് പ്ലസ് മെർജ്, സബ്മേർജ്, അൺഎഫോർഡബിൾ പ്രിഫിക്സും സഫിക്സും ചേർത്ത് അൺഎഫോർഡബിൾ എന്നുള്ള മറ്റൊരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ഹാപ്പി എന്നതിനോടൊപ്പം അൺ എന്ന പ്രിഫിക്സ് ചേർത്ത് അൺഹാപ്പി, ബിൽഡ് എന്നതിനോടൊപ്പം റീ എന്ന പ്രിഫിക്സ് ചേർത്ത് റീബിൽഡ്, ദെൻ എക്സിസ്റ്റൻറ്റ് എന്നതിനോടൊപ്പം നോൺ എന്നുള്ള പ്രിഫിക്സ് ചേർത്ത് നോൺ എക്സിസ്റ്റൻറ്റ് എന്നിങ്ങനെ പുതിയ വേർഡ്സ് സൃഷ്ടിച്ചതും ശ്രദ്ധിക്കുക. Now complete the given narrative adding appropriate affixes to the words given in the box. ഇവിടെ ഒരു നറേറ്റീവ് തന്നിട്ടുണ്ട്, അതിലേതാനും ഡാഷുകളോ. ആ ഡാഷസ് കംപ്ലീറ്റ് ചെയ്യണം ബോക്സിൽ നൽകിയിരിക്കുന്ന വേർഡ്സിൽ നിന്നും അപ്രോപ്രിയേറ്റ് വേർഡ്സ് തിരഞ്ഞെടുത്തുകൊണ്ട്. എന്നാൽ വേർഡ്സ് അതേപോലെ ചേർത്താൽ ഈ നറേറ്റീവ് പൂർണ്ണമാകില്ല. വേർഡ്സിൽ മാറ്റങ്ങൾ വരുത്തണം. അഫിക്സുകൾ ചേർത്തുകൊണ്ട് പ്രിഫിക്സ് വേണം, ചിലപ്പോഴൊക്കെ സഫിക്സും. ആദ്യ ഡാഷ് വേണ്ടത് ഹെവൻ എന്ന വേർഡാണ്. പക്ഷേ ഹെവൻ എന്ന വേർഡ് അതേപോലെ ചേർക്കാൻ കഴിയില്ല. ഇൻ ഈസ് ഹെവൻലി എബൌട്ട്, ly എന്ന സഫിക്സ് ചേർത്തുകൊണ്ട് ഹെവൻലി എന്ന മാറ്റിയത് ശ്രദ്ധിക്കുക.
രണ്ടാമത്തെ ഡാഷിൽ ഫ്ലോ എന്ന വേർഡാണ് സ്യൂട്ടബിൾ. പക്ഷേ ഫ്ലോ അതേപോലെ കറക്റ്റാകില്ല. ഫ്ലോയിങ് എന്ന രൂപത്തിലേക്ക് മാറ്റണം. ഫ്ലോ എന്നതിനോടൊപ്പം ING ചേർത്ത് സഫിക്സ് ചേർത്ത് ഫ്ലോയിങ് എന്നാക്കി മാറ്റി. ദെൻ മൂന്നാമത് വേണ്ടത് എൻതുസിയാസ്റ്റിക് എന്നുള്ളതാണ്. അത് അതേപോലെ ചേർക്കാൻ കഴിയില്ല. എൻതുസിയാസ്റ്റിക്കലി എന്ന ആഡ്വർബ് രൂപം വേണം. നാം അതിന് സഫിക്സ് ചേർത്തത് ശ്രദ്ധിക്കുക. ദെൻ പ്രസ്റ്റീജിയസ് എന്നുള്ളതാണ് നാലാമത് ചേർത്തത്. പ്രസ്റ്റീജ് എന്നുള്ള ആ വേർഡിനോടൊപ്പം സഫിക്സ് ചേർത്ത് പ്രസ്റ്റീജിയസ് എന്നാക്കി മാറ്റിയതും ശ്രദ്ധിക്കുക. In her vivid train, Selma Lagerlof met her late father in his heavenly abode. Flowing with emotions, she enthusiastically discussed with him the immense gratitude she had for every aspect of life that had helped her achieve the prestigious Nobel Prize. Next activity, given on page 34. Let's converse. Activity 1. While walking to school, the boy expresses his fears about the school. Father tries to convince him about the importance of education. Read the following conversation between the boy and his father. നാം നേരത്തെ സ്റ്റോറിയിൽ വായിച്ചതാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ ഫാദർ ആൻഡ് ബോയ് ഇവർക്കിടയിലുള്ള സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതൊന്നുകൂടെ വായിക്കുക. എന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്തേണ്ടത് ഇതാണ്. The boy is seeking the father's opinion about school life. സ്കൂൾ ജീവിതത്തെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം തേടുകയാണ്. അച്ഛൻ്റെ കാലത്ത് അച്ഛൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചൊക്കെ മകൻ ചോദിക്കുന്നു. The father is trying to convince him by stating his opinion. തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് കുട്ടിയെ ബോധ്യപ്പെടുത്താൻ ഫാദറും ശ്രമിക്കുന്നുണ്ട്. അതിനെ അഭിപ്രായം ചോദിക്കാനും അഭിപ്രായം പറയാനും ഇവർ ഉപയോഗിച്ച പ്രയോഗങ്ങൾ, ചോദ്യങ്ങൾ, വാക്കുകൾ എന്തൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. What are the expressions used in the conversation to seek the opinion of another person and to state one's own opinion? Write them down. എന്നിട്ട് seek the opinion, അഭിപ്രായം തേടുന്ന സെൻറ്റൻസുകൾ, stating opinion, അഭിപ്രായം പ്രകടിപ്പിക്കുന്ന, അഭിപ്രായം പറയുന്ന സെൻറ്റൻസുകൾ, ഇവ വേർതിരിച്ച് കണ്ടെത്തി എഴുതുക. ഇവിടെ എഴുതിയത് ശ്രദ്ധിക്കുക. Why school? How did you feel when you first went to school? What did you think of school, father? How did you feel after joining school, father? ഇതൊക്കെ കുട്ടി ഫാദറിനോട് ചോദിച്ച അഭിപ്രായങ്ങൾ ആണ്. ദെൻ സ്റ്റേറ്റിംഗ് ഒപ്പീനിയൻ, ഫാദർ പറഞ്ഞതിനോട് കുട്ടി യോജിക്കുന്നു. ഐ വാല്യൂ യുവർ ഒപ്പീനിയൻ ഫാദർ. ദെൻ ഫാദർ കുട്ടിയോടൊരിക്കൽ പറയുന്നു, ടു ബി ഓണസ്റ്റ് ഐ ടു ഹാവ് ദ സെയിം ക്വസ്റ്റ്യൻസ് ഇൻ മൈ മൈൻഡ്. എൻ്റെ കുട്ടിക്കാലത്തും ഇത്തരം ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറയുന്നു. നെക്സ്റ്റ്, എ ഫ്യൂ എക്സ്പ്രഷൻസ് ഫോർ സീക്കിംഗ് ആൻഡ് സ്റ്റേറ്റിംഗ് ഒപ്പീനിയൻസ് ആർ ഗിവൺ ബിലോ. റീഡ് ദം. ഇവിടെ തന്നിരിക്കുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഏതാനും എക്സ്പ്രഷൻസ്, ചില പ്രയോഗങ്ങൾ, അഭിപ്രായങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ പറയാനും വേണ്ടിയുള്ളത്. ഉദാഹരണത്തിന്, ഐ ആം ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ്, ഐ റെക്കൺ, ഹൗ വുഡ് യു, ഐ ഗസ് എന്നിങ്ങനെയുള്ള ഇത്തരത്തിൽ അഭിപ്രായം ചോദിക്കാനും അഭിപ്രായം പറയാനുമുള്ള ഈ പ്രയോഗങ്ങളിൽ ചിലതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ച് ഓർത്ത് വയ്ക്കുക. നോ ആക്ടിവിറ്റീസ് ദിസ്. നോ അറേഞ്ച് ദം ഇൻ ദ റെസ്പെക്റ്റീവ് കോളംസ്. അഭിപ്രായം ചോദിക്കുന്നതും അഭിപ്രായം പറയുന്നതുമായ, അതായത് സീക്കിംഗ് ഒപ്പീനിയൻ, സ്റ്റേറ്റിംഗ് ഒപ്പീനിയൻ, ഈ രണ്ട് ബോക്സുകളിലേക്ക് ഈ സെൻറ്റൻസുകളെ അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻസ്, പ്രയോഗങ്ങളെ വേർതിരിച്ചെഴുതുക. ഉദാഹരണത്തിന്, സീക്കിംഗ് ഒപ്പീനിയൻ അഭിപ്രായം ചോദിക്കാൻ ഹൗ വുഡ് യു എന്നൊരു അഭിപ്രായം ചോദിക്കുക. വാട്ട്സ് യുവർ സ്റ്റാൻഡ്സ് ഓൺ, വാട്ട്സ് യുവർ വ്യൂ പോയിൻറ്റ്സ് ഓൺ എന്നിങ്ങനെ. അഭിപ്രായം പറയുന്നതിന് സ്റ്റേറ്റിംഗ് ഒപ്പീനിയൻ, ഐ ആം ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ്, എൻ്റെ അഭിപ്രായത്തിൽ, ഇറ്റ് ഈസ് മൈ ബിലീഫ് ദാറ്റ് എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് അഭിപ്രായം പറയാനുള്ള പ്രയോഗങ്ങളും പഠിച്ചു വെക്കുക. Now, activity C. I stood there a long time until the young lad employed at the ironing shop on the corner came up to me. He stretched out his arm and said gallantly, Grandpa, let me take you across. This is how the story ends. Half a day, the story half a day ends. ഇങ്ങനെയാണ് ഹാഫ് എ ഡേ എന്ന സ്റ്റോറി അവസാനിക്കുന്നത്. വൃദ്ധനായ ഗ്രാൻഡ് പാ റോഡ് മുറിച്ച് കിടക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആനിങ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ വന്ന് സഹായം ഓഫർ ചെയ്യുന്നു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി എൻഡിങ് ഓഫ് ദ സ്റ്റോറി? ഈ കഥ ഇങ്ങനെ അവസാനിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ സീക്ക് ഒപ്പീനിയൻ,
അഭിപ്രായം തേടുകയാണ്. നിങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ തന്നെ സീക്ക് ദി ഒപ്പീനിയൻ ഓഫ് യുവർ ഫ്രണ്ട്സ് ടു. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ ഒപ്പീനിയൻ സീക്ക് ചെയ്യുക, അഥവാ അവരുടെ അഭിപ്രായം ചോദിക്കുക. യു മേ യൂസ് ദി എക്സ്പ്രഷൻസ് ഗിവൺ എബവ് ഇൻ ആക്ടിവിറ്റി 1B. തൊട്ട് മുമ്പ് നൽകിയിരിക്കുന്ന സീക്ക് ഒപ്പീനിയൻ, സ്റ്റേറ്റ് ഒപ്പീനിയൻ എന്ന കോളത്തിൽ തന്നിരിക്കുന്ന പ്രയോഗങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ അതിലൊരു പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റോറി ഇങ്ങനെ അവസാനിക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻ മൈ ഒപ്പീനിയൻ, ഇതാണ് ആ സ്റ്റേറ്റ് ഒപ്പീനിയൻ, അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരു രീതി. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദി എൻഡിങ് ഓഫ് ദി സ്റ്റോറി ഹാഫ് എ ഡേ ഈസ് ക്വൈറ്റ് ടച്ചിങ്. ഹാഫ് എ ഡേ എന്നുള്ള സ്റ്റോറിയുടെ അവസാനം വളരെ ഹൃദയസ്പർശിയാണ്. ദ സ്റ്റോറി എൻഡ്സ് വിത്ത് എ മൊമെൻറ്റ് ഓഫ് കൈൻഡ്നസ് ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ ജനറേഷൻസ്. തലമുറകൾക്കിടയിലുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ ആക്ട് ഓഫ് കൈൻഡ്നസ്, ദയയുടെ നിമിഷങ്ങൾ, ഇതെല്ലാം ഈ സ്റ്റോറി എൻഡിങ്ങിലുണ്ട്. ദ യങ് മാൻസ് റെഡിനെസ് ടു ഹെൽപ്പ് ദി ഓൾഡ് മാൻ ക്രോസ് ദ സ്ട്രീറ്റ്, addressing him affectionately grandpa, symbolizes the continuity of life and the ongoing cycle of care and respect. മുതിർന്നവരോടുള്ള സ്നേഹം, കരുതൽ, ഇതിൻ്റെ ഒരു തുടർച്ച. ജീവിതം എന്നുള്ളതൊരു സൈക്കിളാണ്, അതൊരു തുടർച്ചയാണ്. അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. സ്നേഹത്തോടു കൂടി ഗ്രാൻഡ്പയെ വിളിച്ച് ചെറുപ്പക്കാരൻ റോഡ് മുറിച്ച് കടയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതൊക്കെ ആ ജീവിതചക്രം അനുസ്യൂതം തുടരുമെന്ന് കാണിക്കുന്ന രീതിയിലാണ്, ഹൃദയസ്പർശിയായ രീതിയിലാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇതാണ് ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അഭിപ്രായം ചോദിക്കണം. അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം: വാട്ട് യു തിങ്ക് അബൌട്ട് ദി എൻഡിങ് ഓഫ് ദ സ്റ്റോറി? കഥയുടെ അവസാനത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ഹൗ ഡു യു ഫീൽ അബൌട്ട് ദി യങ് ലാഡ്സ് ആക്ട് ഓഫ് കൈൻഡ്നസ് ആൻഡ് കൺസിഡറേഷൻ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്? ചെറുപ്പക്കാരൻ്റെ ആക്ട് ഓഫ് കൈൻഡ്നസ് ആൻഡ് കൺസിഡറേഷൻ, സ്നേഹമുള്ള, അതോടൊപ്പം തന്നെ മുതിർന്നവരെ പരിഗണിക്കുന്ന ആ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഐ വുഡ് ലൈക്ക് ടു ഹിയർ യുവർ തോട്ട്സ് ഓൺ ദിസ്. ഇതിനെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോട് സീക്ക് ഒപ്പീനിയൻ, അഭിപ്രായം തേടാം. നൗ നെക്സ്റ്റ് ആക്ടിവിറ്റി ഗിവൺ ഓൺ ടെക്സ്റ്റ് ബുക്ക് പേജ് 36, ആക്ടിവിറ്റി 2. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം സെൽമ ലാഗർലോഫ്സ് ബാങ്കറ്റ് സ്പീച്ച്. സെൽമാൻ ലാഗർലോഫിൻ്റെ സ്പീച്ചിൽ നിന്നുള്ള ഒരു സെൻറ്റൻസാണിത്. തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. ഐ ഓൺ ദം ഗ്രാറ്റിറ്റ്യൂഡ്, ഫാദർ, ബോത്ത് ഫോർ ദ പ്രൈസ് ആൻഡ് ഫോർ ദ സെൻഷർ. ഇത്തരത്തിൽ പലപ്പോഴും പലരോടുമുള്ള നമ്മുടെ നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കേണ്ട വാക്കുകളൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടി വരും, ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ എഴുത്തിലൂടെയോ പ്രസംഗത്തിലൂടെയോ വാക്കുകളിലൂടെയോ ഒക്കെ നമുക്ക് നമ്മുടെ നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഐ ആം സോ താങ്ക്ഫുൾ, യു ഹാവ് ബീൻ സോ കൈൻഡ്, ഐ ആം ഗ്രേറ്റ്ഫുൾ, യു ഹാവ് ബീൻ എ ഗ്രേറ്റ് ഹെൽപ്പ്, യു ഹാവ് ബീൻ അമേസിംഗ്, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്, യു ഹാവ് മെയ്ഡ് മൈ ഡേ, ഐ ആം ഇൻ യുവർ ഡെറ്റ്, ഐ ആം സോ ടച്ച്ഡ് ബൈ യുവർ ജനറോസിറ്റി, I couldn't have done it without you. I am so grateful for your support. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ നന്ദി പ്രകടിപ്പിക്കാം. ഇനി നമ്മോട് ആവശ്യപ്പെടുന്ന അവസാന ആക്ടിവിറ്റി ഇതാണ്. പ്രിപ്പയർ എ ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ് താങ്കിങ് യുവർ പാരൻസ്. നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ് തയ്യാറാക്കുക. രക്ഷിതാക്കൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് കാർഡുകൾ തയ്യാറാക്കാം. നിങ്ങളത് ഓർത്ത് വയ്ക്കുക. ഒരു മോഡൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നൽകിയിട്ടുണ്ട്. എന്തിനാണ് രക്ഷിതാക്കളോട് ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നതിൽ അവരോട് എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്സ് ദാറ്റ് ഹെൽപ് ടു ക്രാക്ക് യുവർ സ്കൂൾ ഫൈനൽ എക്സാമിനേഷൻ സക്സസ്ഫുള്ളി. നിങ്ങളുടെ സ്കൂൾ ഫൈനൽ എക്സാമിനേഷൻ വിജയപ്രദമായി പൂർത്തീകരിക്കാൻ അവരുടെ ലവ് ആൻഡ് സപ്പോർട്ട് നിങ്ങളെ ഏറെ സഹായിച്ചു. അതിന് അവരോടുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് രക്ഷിതാക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഇത്തരമൊരു കാർഡ് തയ്യാറാക്കി അയക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ഡേറ്റ് ഉപയോഗിക്കുക, അഭിസംബോധന സല്യൂട്ടേഷൻ ഫ്രേസ് ഉപയോഗിക്കുക, ആർക്കാണോ നിങ്ങൾ എഴുതുന്നത് അതുപോലെ. ദെൻ ഹൃദയസ്പർശിയായ വാക്കുകൾ മനോഹരമായ സെൻറ്റൻസുകളാക്കി എഴുതി ചേർക്കുക. അവസാനം നിങ്ങളുടെ പേര് വയ്ക്കുക. ഇവിടെ ഒരു മോഡൽ തയ്യാറാക്കിയത് ശ്രമിക്കൂ. ഡേറ്റ് കൊടുക്കുന്നത് 8th July 2024. Dear Dad and Mom, thank you so much for your unwavering love and support which helped me succeed in my school final exam.
Your encouragement and belief in me made all the difference. I'm truly grateful for everything you have done. This achievement is as much yours as it is mine. With heartfelt thanks. ഇങ്ങനെയുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിച്ച് ഈ കാർഡ് തയ്യാറാക്കിയിരിക്കുന്നു. ഏറ്റവും അവസാനം യുവർ നെയിം അല്ലെങ്കിൽ യുവർ പെറ്റ് നെയിം. നിങ്ങൾക്കൊരു പെറ്റ് നെയിം ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനുള്ളത്. ഇതിൽ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ് ഫോർ എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.